വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞാൻ എന്റെ കൊടുക്കൽ പൈസ ഇട്ട് കൊടുക്കാൻ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഇനി പൈസ തിരിച്ചു ചാടും കേട്ടോ ഫ്രണ്ട്സ്. ആ രീതിയിൽ കൊടുക്കാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കത് പൊട്ടിക്കാം. എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. മുത്തൂസിന്റെ കൊടുക്കയിൽ എത്ര പൈസ ഉണ്ട്? ഇതിപ്പോ എത്ര വർഷമായി നമ്മള് കൊടുക്കാട്ടോ? 2 വർഷമായിട്ട് മുത്തൂസിന്റെ സേവിങ്സ് തുടങ്ങിയിട്ട്. അപ്പോ ഇത് പൊട്ടിക്കുമ്പോ എല്ലാവരും അടുത്ത് പറഞ്ഞിട്ട് ഒരാൾക്ക് ഞാൻ പൈസ കടം തരില്ല, കടം കൊടുത്താ പിന്നെ ആ പൈസയുടെ കാര്യം സ്വാഹ. പ്രത്യേകിച്ച് അമ്മാമ്മക്ക് എന്നാണ് മുത്തൂസ് ഉദ്ദേശിച്ചത്. മുത്തൂസിന് ഇത് അച്ഛൻ കൊടുത്ത പൈസ, മാമൻ കൊടുത്ത പൈസ, പിന്നെ അമ്മാമ്മ തന്ന പൈസ, അമ്മ തന്ന പൈസ, ഞാൻ പാപ്പൻ തന്ന പൈസ, എല്ലാവരും തന്ന പൈസ മുത്തൂസ് സേവ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു 2 വർഷമായിട്ട്. അപ്പൊ ഇത് അത് കാരണം 2 വർഷമായി നിറഞ്ഞു പൊട്ടിക്കണ കാരണം ഭയങ്കര ഒരു എന്താ പറയാ, ശ്രദ്ധിച്ചു നോക്കൂ ഫ്രണ്ട്സ്, നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ 2 വർഷമായിട്ട് പൊട്ടിക്കുന്ന കാരണം ആകെ ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ ഫ്രണ്ട്സ്. ഇതിലെന്താ എത്രയൊക്കെ പൈസ ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ പൊട്ടിക്കാനായി എന്റെ അച്ഛനെ സ്വാഗതം ചെയ്തു വെച്ചു. ഇവര് പൊട്ടത്തേണ്ടി വരുമോ? അപ്പൊ കുടുക്ക അങ്ങനെ കട്ട് ചെയ്തോണ്ടിരിക്കാണ് കേട്ടോ ഫ്രണ്ട്സ്. മുത്തൂസിരിക്കുന്ന നോക്കൂ ഫ്രണ്ട്സ്. ഇതിലിനി ഇടാൻ പറ്റില്ല അല്ലേ? തുറക്കാണേ തുറന്നു. 500 പതുക്കെ എടുത്ത് കീറും. 2 500 കിട്ടിയിട്ടുണ്ട്. 2 ഒരു പൈസ അധികോടെ അതിലൊരു കള്ളനോട്ട് എവിടെന്നെങ്കിലും കിട്ടും. ഒരു കള്ളനോട്ട് ഇട്ടുണ്ട് ഞാൻ. കള്ളനോട്ടോ? ആരും കേക്കണ്ട മുത്തൂസൻ. അപ്പൊ മുത്തൂസിന്റെ കുടുക്കയിൽ ഇത്രയും പൈസ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്. ഇനി ഇത് എണ്ണന്റെ ദൗത്യമാണ്. പൈസക്ക് വേണ്ടി പൈസയുടെ കാര്യങ്ങൾ വിട്ടേക്ക്. അത് അമ്മാമ്മോടാണ് കേട്ടോ ഫ്രണ്ട്സ്. മുത്തൂസിന്റെ 3 500 ഫ്രണ്ട്സ്. 3 500 അത്രേ ഉള്ളൂ. എനിക്ക് തോന്നണ മുത്തേ ഇതില് നീ നോട്ട് ഇട്ട കാരണമാണ് വീണ്ടും പൈസ കേറാതിരുന്നതാണ്. അതന്നെ, ഇനി നോട്ട് ഇടണ്ട കേട്ടോ മുത്തേ. 350 ഇനി 200 350 300 അതാണ് സൂപ്പർ. ഇത്ര ഞാൻ കൗണ്ട് ചെയ്യട്ടെ. മാറ്റി വെക്കോ ഓരോന്നും. ചില്ലറ എണ്ണുമ്പോഴാണ് 500 1000 1500 600 700 800 1850. ഓക്കെ, ഇനി അടുത്തത് അതെത്രയുണ്ട്? 1850. കീപ് ഇൻ മൈൻഡ് 1850. നമുക്കൊരു ടൂർ ഭൂമി എടുക്കാൻ പറ്റേ. അതിനെ എത്ര? 10ന്റെ നോട്ട്. 10ന്റെ കഴിഞ്ഞില്ല. 10 20 30 40 50 60 70 80 90 100. അപ്പം 950 960 ആയി.
ഓഹോ ഇനി ചില്ലറ എണ്ണലാണ് ടാസ്ക്. 10ന്റെ ആദ്യം. ഇനി 20ന്റെ 20 40. ഓരോന്നെണ്ണം കൂടെ അവിടെ എഴുതി വെക്കി. ഒരു പേപ്പറും പേന എടുത്തിട്ട് അപ്പോൾ അത് ആഡ് ചെയ്താൽ മതിയല്ലോ. മുത്തൂസ് പേപ്പറും പേനയുമായി വന്നിട്ടുണ്ട്. 500 എത്രയാണ് ഇത്? 500 3. ഓക്കെ അങ്ങനെ ഇത്. ഇനി എത്രയാ? 100 2 53. ഫ്രണ്ട്സ് ഈ പൈസ കണ്ടിട്ട് ഇതിൽ ഏകദേശം എത്ര കാശ് ഉണ്ടാവും ഗസ് ചെയ്ത് പറയാൻ പറ്റുമോ? 10 11 ആണല്ലേ. 20 1 2 10 11 ആണല്ലേ. 10 നോട്ടാണ് കേട്ടാ. 10 അതെ, കോയിൻ വേറെ ഉണ്ട് മുത്തേ. എന്നടാ എന്നെ 10 നോട്ട് എണ്ണ ഇട്ടുണ്ട് മുത്ത്. 1 2 3 4 5 6 7 8 9 10 11 10ന്റെ കോയിൻ. C 10 equal to 11. ഓക്കെ എല്ലാതും 11 ഉള്ള. C 20 equal to 1. 20 കോയിൻ ഉണ്ടാ? 20 കോയിൻ. അത് എത്ര? 5ന്റെ 5 കോയിൻ കറയണ്ട. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 ഏറ്റവും കൂടുതൽ 5ന്റെ കോയിനാവും. 19 20 21 22 23 24 25 26 27 28 29 30 31 32 34. അപ്പോ 5ന്റെ കോയിൻ 34. ഏതാ? എന്നിട്ട് തിരിച്ചു വന്നാ അച്ഛൻ്റെ പൈസ. 5ന്റെ കോയിൻ 35. 5ന്റെ കോയിൻ 35 ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. Oh my god. ഓ മൈ ഗോഡ്. ഈ 2ന്റെ കോയിൻ 4 5 6 7 8 9 10 11 12 13 3000 രൂപ ഉണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട്. മുത്തൂസ എത്ര പറയുന്നത്? ഞാൻ ഒന്നും പറയില്ല. മുത്തൊന്നും പറയും. 8 9 10 11 12 13 14 15 16 17 18 19 20 21 27 28 29 30. 1ന്റെ കോയിൻ 30 എണ്ണം ഉണ്ടാ? 2ന്റെ ഇത്ര 30 എണ്ണം ഉണ്ട്. 1ന്റെ 2ന്റെയാ? ഇത് 2ന്റെ മാത്രം. 2ന്റെ കോയിൻ 30 എണ്ണം. ഫുൾ 1ന്റെ 2ന്റെ 5ന്റെ വേറെ. 5ന്റെ അപ്പൊ എത്ര എണ്ണം ഉണ്ടായി? 5ന്റെ 36 എണ്ണം. 36 എണ്ണം. അതെ എനിക്ക് കോയിൻസ് ഉണ്ടല്ലോ 5ന്റെയും 10ന്റെയും 2ന്റെയും 1ന്റെയും ബാങ്കിക്ക് കൊണ്ടുപോയിട്ട് നോട്ടാക്കണം. അടൂർ ചേച്ചിക്ക് കൊടുത്താൽ മതി. അടൂർ ചേച്ചിക്ക് ബസ്സിന് പോവാനായിട്ട് ചോദിക്കണ്ടായിരുന്നു ആള് വലിയമ്മ. അതെ ഞാൻ ഇത് അവസാനം അടൂർ ചേച്ചിയോട് ചോദിച്ചോ വേണമെന്ന് ചോദിച്ചാൽ വലിയമ്മ നോട്ട് തരും. അച്ഛാമ്മേരെ മറ്റേ വിളിക്കണേ ഫോൺ എടുക്കണേ. ഇനി 2ന്റെ കൗണ്ട് ചെയ്യാൻ പോവാട്ടോ. അതെ 1 2 കാൽക്കുലേറ്റ് ചെയ്യാൻ. 6 7 8 9 11 12 13 14 15 16 17 2ന്റെ എണ്ണാ പോണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 24 25 26 27 28 29 30 31 32 33 34 35 36 37. ഇനി C1 1ന്റെ കോയിൻ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31.
31 ഒന്നിന്റെ കോയില്ലേ? എന്റെ അമ്മോ മുത്താകെ ടയേർഡായി. അപ്പൊ 50 പൈസ ഒന്നും ഇല്ലേ അതില്? 50 പൈസ ഒന്നുമില്ല. ഞാൻ 50 പൈസ ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു അത് എപ്പോഴെങ്കിലും നിർത്തി വെച്ചാ പിന്നെ അത് വെറുതെ വേസ്റ്റ് ആവില്ല. ഓ ഓക്കെ. ഒരു മിനിറ്റ്. നീ എന്തിനാ ഫോണല്ലാണ്ട് നീ തന്നെ കാണണ്ടേ? കാൽക്കുലേറ്റർ എടുക്കാണ്ട് തന്നെ കാൽക്കുലേറ്റർ എടുക്കാൻ അതന്നെ നോക്ക് മുത്ത് നോക്ക്. വേണ്ട ഇത് മതി. ഇതിട്ട് കൊറേ ടൈം എടുക്കും, മണിക്കൂറുകൾ എടുക്കും. അതെങ്ങനെ മണിക്കൂർ എടുക്കണം മുത്തേ? ഇതിപ്പോ 500-ന്റെ നോട്ട് ഈക്വൽ ടു 1500 റുപ്പീസ്. അങ്ങനെ അങ്ങനെ അടിയിലേക്ക് പൈസ 100 നോട്ട് ഈക്വൽ ടു 100-ന് 2 എണ്ണം 200. 10 നോട്ട് ഈക്വൽ ടു 11 ഈക്വൽ ടു അങ്ങനെ. എന്നിട്ട് എത്ര പൈസ എഴുതി വെക്കുക. എന്നിട്ട് അത് കാൽക്കുലേറ്റർ വേണ്ട. 10 ഇനി 20 നോട്ട്. ഫ്രണ്ട്സ് അപ്പൊ ടോട്ടൽ കിട്ടിയിരിക്കുന്നത് 2590 ആണ് ടോട്ടൽ പൈസ. ഞാൻ പറഞ്ഞതില് ജസ്റ്റ് മിസ്. 2590 ഫ്രണ്ട്സ്. അപ്പം മുത്തൂസിന്റെ കുടുക്കയിൽ എത്ര 2590 രൂപയുണ്ട്. 2 വർഷത്തെ മുത്തൂസിന്റെ സേവിങ്സ്. അപ്പം ഇതുപോലെ ആർക്കൊക്കെ ആരുടെ കയ്യിലൊക്കെ ഇതുപോലെ സേവ് ചെയ്യുന്നുണ്ട്, ആരൊക്കെ ഇതുപോലെ സേവ് ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സ് കമന്റ് ചെയ്യണേ. അപ്പൊ ഞങ്ങൾ ടൂർ പോകുമ്പോ എടുക്കാനാണ് മുത്തൂസ് അത് ഇപ്പൊ തന്നെ പൊട്ടിച്ചത് കേട്ടോ ഫ്രണ്ട്സ്. ഈ പൈസ അച്ഛന് കൈമാറുകയാണ്. അച്ഛന് കൊടുക്കാണ്. ടൂർ പോകുമ്പോ അതിനുള്ള ചെലവിന് അച്ഛന് കൊടുക്കാണ് മുത്തൂസ്. മുത്തൂസ് ടൂർ പോകാനുള്ള ചെലവിലേക്കായി മുത്തൂസ് അച്ഛന് പൈസ കൈമാറിയിരിക്കുന്നു. ഓൺലി നോട്ട് എത്ര ഉണ്ട്? 2180 റുപ്പീസ് ഞാൻ കൈമാറിയിരിക്കുകയാണ്. എല്ലാവരുടെയും അറിവിലേക്കായി മുത്തൂസ് പറയാണ്. എല്ലാവരും ഇതുപോലെ സേവ് ചെയ്യാൻ പഠിക്കണം കേട്ടോ. പൈസ നമുക്ക് 1 രൂപ കിട്ടിയാലും അതിങ്ങനെ ഇട്ട് വെച്ച് ലാസ്റ്റ് കുറെ പൈസ ആവുമ്പോ നമുക്ക് എന്താ സന്തോഷം എന്നറിയോ ഫ്രണ്ട്സ്. മുത്തൂസ് ഈ കുടുക്കെന്ന് അറിഞ്ഞപ്പോ തൊട്ട് പൊട്ടിക്കമ്മ എന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നതാണ് മുത്തൂസ്. അതൊന്ന് അറിയാൻ ഇതില് മുത്തൂസ് സേവ് ചെയ്തത് എത്ര പൈസയാണെന്നുള്ളത് അറിയാൻ വേണ്ടിട്ട് കുറെ ദിവസമായി മുത്തൂസ് പൊട്ടിക്കാന്ന് പറഞ്ഞു. എനിക്ക് ടൈം കിട്ടാത്ത കാരണം ഞാൻ പൊട്ടിച്ചില്ല. ഇപ്പോ മുത്തൂസിന്റെ അച്ഛൻ വന്നപ്പോ അത് പൊട്ടിച്ചു. അപ്പൊ ഇതുപോലെ പൈസ സേവിങ്സ് ഉള്ളവര് കമന്റ് ചെയ്യണേ. പിന്നെ സേവ് ചെയ്യാത്തവർ, ഇതുവരെയും പൈസ സേവ് ചെയ്യാത്തവരാണെങ്കിൽ ഇന്ന് തൊട്ട് സേവിങ്സ് തുടങ്ങാം. അതന്നെ, സേവിങ് നല്ലൊരു ഹാബിറ്റ് ആണ്. അപ്പൊ ഇന്ന് മുതൽ സേവിങ്സ് തുടങ്ങാം. അപ്പൊ അത് കുറെ പൈസ ആകുമ്പോ പൊട്ടിക്കുമ്പോ നല്ലൊരു സന്തോഷമാവും നമുക്ക്. അപ്പൊ എല്ലാവർക്കും ബൈ.